പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമാധാനം നിറഞ്ഞ നല്ലൊരു ഞായറാഴ്ച സ്നേഹത്തോടെ എഫാത്ത കുടുംബത്തോട് ചേർന്ന് നമുക്ക് പരസ്പരം ആശംസിക്കാം. ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ദൈവം തന്ന വലിയ അനുഗ്രഹത്തിന്, സഹനങ്ങൾക്ക്, സങ്കടത്തിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ ഏറ്റെടുക്കുന്നത് വിശ്വാസം എങ്ങനെയാണ് നമ്മുടെ തകർച്ചയിലെ അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളിലെ സങ്കടങ്ങളിലൊക്കെ എങ്ങനെയാണ് വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഇന്ന് ഏറ്റെടുക്കുന്ന ദൈവവചനം റോമ 10-ാം അധ്യായം 9-ാമത്തെ വചനം. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചു എന്ന് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കുമെന്നാണ് ദൈവവചനം നമുക്ക് ബോധ്യം തരുന്നത്. ഇന്ന് നമുക്ക് അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറയുമ്പോൾ വെറും കൊട്ടുന്ന ചെണ്ടയാകാതെ, ചിലങ്ങുന്ന കൈത്താളമാകാതെ ഹൃദയം കൊണ്ട് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കണം. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു ഇന്നും ഓരോ നിമിഷവും നമ്മുടെ ഓരോ സങ്കടങ്ങളും സന്തോഷമാക്കി തരാൻ പറ്റുന്നൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ മാറോട് ചേർന്നിരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് ഈ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഓടിയെത്താനായിട്ട് അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 31-ാമത്തെ വചനം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഈ ഒരു വിശ്വാസക്കുറവായിരിക്കാം ഒരു പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ ഒത്തിരി തകർച്ചയിലേക്ക് പോകുന്നത്. ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഒട്ടും ഉത്തരം കിട്ടാത്ത ചില നിമിഷങ്ങൾ, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒത്തിരി സഹനങ്ങൾ, ഇതൊക്കെ കടന്നു വരുമ്പോൾ നമുക്കൊന്ന് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാൻ പറ്റണം. സുഭാഷിതങ്ങള് 29-ാം അധ്യായം 25-ാമത്തെ വചനത്തില് മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ, പല വ്യക്തികളെയും നമ്മൾ ഭയത്തോടുകൂടി നോക്കാറുണ്ട്. പല പ്രശ്നങ്ങളെയും നമ്മൾ ഭയത്തോടുകൂടി നോക്കാറുണ്ട്. ഇന്ന് ഒരു പരിശുദ്ധാത്മാവ് തന്ന ചെറിയൊരു ബോധ്യമാണ്, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെയൊക്കെ നിസ്സാരമായി തള്ളി മാറ്റി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും. ഇന്ന് ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലെ 7-ാം അധ്യായം 38-ാമത്തെ വചനത്തില്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. യേശുനാമം വിളിച്ച് അപേക്ഷിക്കുന്ന നമ്മുടെ ജീവിതം അനേകരിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാനും, പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിന്റെ അരുവികൾ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക്, നമ്മുടെ വ്യക്തിബന്ധങ്ങളിലേക്ക്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്കൊക്കെ ഒന്ന് ആ അരുവി ഒഴുകുവാനായിട്ട്, ജീവജലത്തിന്റെ അരുവി ഒഴുകാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ അപ്പോസ്തല പ്രവർത്തനം 16:31 അഭിഷേകം ചോദിച്ചുകൊണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ലൂക്കാ 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ തിരുവചനത്തിന്റെ അഭിഷേകം ഇന്ന് മുഴുവൻ, ഈ ആഴ്ച മുഴുവനും നമ്മളെ ഭരിക്കട്ടെ. നമുക്ക് അസാധ്യമായതെല്ലാം സാധ്യമാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉത്തമമായ ബോധ്യത്തോടുകൂടി ജീവിക്കുവാൻ ഓരോ നിമിഷവും സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയുടെ അഭിഷേകത്തോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.